പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ഇന്നു മുതൽ ടോൾ പിരിക്കും. രാവിലെ 10 മണി മുതൽ ടോൾ പിരിക്കുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത്. ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെട്ടേക്കും. വിവരങ്ങളുമായി പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്ന് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് പന്നിയങ്കരയിലെ ആളുകൾ പറയുന്നത്? അവരുടെ ആവശ്യം ന്യായമല്ലേ? തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ളവർ ആ ടോൾ വഴി കടന്നു പോകണമെങ്കിൽ ടോൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് പോയി തിരിച്ചു വരുന്നതിന് ഓരോ ദിവസവും ടോൾ കൊടുത്തു പോയാൽ പിന്നെ അവർക്ക് അതിനുള്ള സമയം ഉണ്ടാവും. അതിന് പകരം ആ സ്ഥലമൊക്കെ വിറ്റ് ഈ കമ്പനിക്ക് അങ്ങ് എഴുതി കൊടുത്താൽ പോരെ. എന്താണ് സാധാരണ രീതിയിൽ ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള ആളുകൾക്ക് ഒരു കൺസെഷൻ കൊടുക്കുന്നതാണ്. എന്താണ് കൺസെഷൻ കൊടുക്കാതിരിക്കാൻ കമ്പനി പറയുന്ന ന്യായം? എന്താണ് നാട്ടുകാർ പറയുന്നത്? ഇക്ബാൽ. അരുൺകുമാർ, അല്പസമയം മുതൽ തന്നെ ഇവിടെ നിന്ന് ഈ പന്നിയങ്കരയിലുള്ള ടോൾ പ്ലാസയിൽ നിന്ന് പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കുമെന്നാണ് കരാർ കമ്പനി പറയുന്നത്. ഇതുവരെ കിഴക്കഞ്ചേരി, വണ്ടാഴി, പാണഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട് തുടങ്ങി 6ഓളം പഞ്ചായത്തുകൾക്ക്, അതായത് ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള 6ഓളം പഞ്ചായത്തുകൾക്ക് ഇതുവരെയും 1 രൂപ പോലും ടോൾ നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിരവധി തവണ പ്രതിഷേധവും സമരവുമെല്ലാം നടത്തിയാണ് പ്രദേശവാസികൾ ഇത്തരത്തിലുള്ള ഒരു അവകാശം നേടിയെടുത്തത്. കാരണം അവർ ജനിച്ചു വളർന്ന ഒരു നാടാണ്. ആ നാട്ടിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഒരു കരാർ കമ്പനിക്ക് ടോൾ നൽകുക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി നിഷേധമാണ്, അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ്. അതുകൊണ്ടാണ് ഈ ടോൾ നൽകാൻ കഴിയില്ല എന്ന് പ്രദേശവാസികൾ ഉറച്ചു പറയുന്നത്. കാരണം അവർ ജനിച്ചു വളർന്ന മണ്ണിലൂടെ സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ അത് അവരുടെ അവകാശമാണ്, അത് നിഷേധിക്കാൻ ആരും തന്നെയും അനുവദിക്കില്ല എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഏതായാലും ഇതെല്ലാം മറികടന്നുകൊണ്ട്, പ്രതിഷേധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും ഈ ടോൾ ഈടാക്കാനാണ് കരാർ കമ്പനിയുടെ തീരുമാനം. രാവിലെ 10 മണി മുതൽ തന്നെ ഈ 6 പഞ്ചായത്തിലുള്ളവർക്കും ടോൾ ഈടാക്കി തുടങ്ങുമെന്നാണ് കരാർ കമ്പനി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇനി മുതൽ സ്കൂൾ ബസ്സുകളും ഈ ടോൾ വഴിക്ക് കടന്നു പോകുമ്പോൾ ടോൾ നൽകണമെന്നും കരാർ കമ്പനി പറയുന്നുണ്ട്. ഇപ്പോൾ